ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ ഏത് ഫേസിലാണുള്ളത് എന്ന് നമുക്ക് നോക്കാം. എന്താണ് ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകണമെന്ന് നോക്കാം. ഡബിളാണ് ആദ്യം വന്നിട്ടുള്ളത്. സ്ട്രെങ്ത്, കിങ് ഓഫ് പെൻറ്റക്കിൾസ്, ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ്, ടെൻ ഓഫ് വാൻസ്, കിങ് ഓഫ് വാൻസ്. ബോട്ടം വന്നിട്ടുള്ളത് 5 ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. ഇതിൽ ആദ്യം വന്നിട്ടുള്ളത് ഡെവിളാണ്, പിന്നെ സ്ട്രെങ്ത്. അപ്പോൾ ഈ ഡെവിൾ എന്ന് പറയുന്ന ഒരു അട്രാക്ഷൻ്റെ അഡിക്ഷൻ്റെ ഒക്കെ കാർഡാണ്. നമുക്ക് വിട്ടുപോകാൻ പറ്റൂല. ഇത് രണ്ടാൾക്കും അങ്ങനെയാണെന്നാണ് കാണുന്നത് കേട്ടോ. അതായത് ഇതിൽ ബോട്ടം വന്നിട്ടുള്ള 5 ഓഫ് വാൻസിൻ്റെ എനർജി. കുറേ സ്ട്രഗിൾ ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, ഈഗോ ഉണ്ട്, ഒക്കെ ഉണ്ട്. ഉണ്ടെങ്കിൽ പോലും അറ്റാച്ച്മെന്റ് വിട്ടുകളയാൻ പറ്റൂല. രണ്ടുപേർക്കും പറ്റൂല എന്നുള്ളതാണ്. രണ്ടുപേരും അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്നു എന്നാണ് കാണുന്നത്. ഈഗോ ഉണ്ടെങ്കിലും ഈഗോയെക്കാളും മുന്നിലുള്ളത് അറ്റാച്ച്മെന്റ് ആണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ഈ ഒരു ആളിന് എന്നോടൊരു സ്നേഹമില്ല എന്നുള്ളതാണ്. അത് അവരുടെ ഈഗോ കൊണ്ട് തോന്നുന്നതാണ്. ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് ആ ആളിനും ഇത് തന്നെയായിരിക്കും തോന്നണത്, ഈഗോ കൂടുതലാണെന്ന്. പക്ഷേ അവർ മനസ്സിലാക്കുന്നത്, നിങ്ങൾ മനസ്സിലാക്കുന്നത് ഒന്നാണ്. ഈഗോയെക്കാളും കൂടുതൽ നിങ്ങൾ തമ്മിൽ അടുപ്പമാണ് ഏറ്റവും കൂടുതലുള്ളതെന്നുള്ളതാണ്. പൊസസീവ്നെസ് ഉണ്ട് എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഡബിള് അറിയാലോ, അതുകൊണ്ട് ഇങ്ങനെ ചങ്ങലക്കിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം വിട്ടുപോകാൻ പറ്റൂല. രണ്ടുപേർക്കും പൂർണ്ണമായിട്ടും ഇങ്ങനെ പിരിഞ്ഞു പോകാൻ പറ്റാതെ ഒരു എനർജിയാണ്. പിന്നെ നിങ്ങൾ പരസ്പരം കൺട്രോൾ ചെയ്യുന്നു എന്നാണ് കേട്ടോ നിങ്ങൾക്ക് തോന്നുന്നത്. ആ വ്യക്തിക്ക് തോന്നാൻ നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നു എന്ന്, നിങ്ങൾക്ക് തോന്നുന്നു ആ വ്യക്തി കൺട്രോൾ ചെയ്യുന്നു എന്ന്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഇതിൽ വളരെയധികം സ്ട്രെങ്ത് ഉണ്ടെന്നാണ് കാണുന്നത്. ഈസി ആയിട്ട് വിട്ടുപോകാനോ ഒന്നും പറ്റൂല. നിങ്ങൾക്ക് ഈ വ്യക്തിയെ മാത്രം ചിന്തിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റൂല. ആ സ്ഥലത്ത് വേറൊരാളിനെയും നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ് കാണുന്നത്. അത്രയും സ്ട്രോങ് ആണ്. പിന്നെ ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ മാത്രമായിരിക്കും ഈ സിംഹം വളരെ ശാന്തനായിട്ടിരിക്കണം. അതുപോലെ നിങ്ങളുടെ മുന്നിൽ മാത്രമായിരിക്കും ആ വ്യക്തി അങ്ങനെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് തിരിച്ചും ആ ഒരാളിൻ്റെ മുന്നിൽ മാത്രമായിരിക്കും നിങ്ങൾ അത്രയും ഒബീഡിയൻ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത്. എന്ത് തന്നെ ആയാലും ഒരു ഫിസിക്കൽ അട്രാക്ഷന് വളരെ കൂടുതലാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ട് എന്നാണ് കാണുന്നത്. പിന്നെ ഇതിലൊരു കാർമിക് ആയിട്ടുള്ളൊരു ബോണ്ടുണ്ട് കേട്ടോ. ഈ ചങ്ങല കാർമിക് ബോണ്ടാണ്, കെട്ടിയിട്ടിട്ടുണ്ട്. ഇതൊന്നും പെട്ടെന്നൊന്നും ഊരിപ്പോകാൻ പറ്റൂല. ഇതിൽ ഹെൽത്തി അല്ലാത്ത ചില കാര്യങ്ങളുണ്ട് കേട്ടോ. ഡിപ്പെൻഡൻസി ശരിക്കും കൂടുതലാണ് നിങ്ങൾക്കും അവർക്കും. പക്ഷേ ഈ ഈഗോ കൊണ്ട് അതൊന്നും ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ലായിരിക്കും, തിരിച്ചറിയാൻ പറ്റുന്നില്ലായിരിക്കും. യഥാർത്ഥത്തിൽ നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിൽ പരസ്പരം ഒരുപാട് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന രണ്ട് വ്യക്തികളാണെന്നാണ് കാണുന്നത്. അത് ഹെൽത്തി അല്ല കേട്ടോ. അത് രണ്ടുപേർക്കും അത് ഹെൽത്തി അല്ല. ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം രണ്ടാളും. പ്രത്യേകിച്ച് നിങ്ങൾ കൂടുതൽ ഡിപ്പെൻഡൻ്റ് ആണെന്ന് കാണുന്നുണ്ട്. പക്ഷെ അത് പാടില്ല എന്നുള്ളതാണ്. ഇത് അടുത്ത് കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിട്ടുള്ളത്. അപ്പം ചിലപ്പോൾ ഒരു വ്യക്തി ഇമോഷൻസ് ഒക്കെ ഹൈഡ് ചെയ്ത് വെക്കുന്നു, സപ്രസ് ചെയ്ത് വെക്കുന്നു എന്നുള്ളതാണ്. എല്ലാം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു. ഇത് കിങ് ഓഫ് പെൻറ്റക്കിളും ക്യൂൻ ഓഫ് പെൻറ്റക്കിളും ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒരു മാരേജ് എനർജിയാണ് ഇതിനകത്തുള്ളത്. ഈ ഒരു ജന്മത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഏതോ ജന്മത്തിൽ നിങ്ങൾ വിവാഹം കഴിച്ചിരുന്ന ആൾക്കാരായിരിക്കാം. അല്ലെങ്കിൽ ഈ ഒരു ജന്മത്തിൽ ഹസ്ബൻഡ് വൈഫ് പോലെ തന്നെ അത്രയും ബോണ്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഒരു ലോങ് ടേം സ്റ്റെബിലിറ്റി ഉള്ളൊരു റിലേഷൻഷിപ്പാണ്. ഇതിൽ ഒരു പാർട്ട്ണർഷിപ്പാണ് കേട്ടോ ഇതിനകത്തുള്ളത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പാർട്ട്ണർഷിപ്പ് ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട് എന്നുള്ളതാണ് കാണുന്നത്.
പിന്നെ നിങ്ങൾ പരസ്പരം ലോയലാണ് യഥാർത്ഥത്തിൽ കുറേയെങ്കിലും. ഈ ഒരു വ്യക്തി നിങ്ങളോടായിരിക്കും കൂടുതൽ, അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ലോയലായിട്ടുള്ളത് നിങ്ങളോടായിരിക്കും. നിങ്ങൾ ഫുള്ളി ലോയലായതും ഈ വ്യക്തിയോടായിരിക്കും. പക്ഷേ അതങ്ങോട്ട് മനസ്സിലാക്കുന്നില്ല രണ്ടുപേർക്കും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ ഒരു ആളിനെ ഇഷ്ടപ്പെട്ടതുപോലെ, സ്നേഹിച്ചതുപോലെ, സത്യസന്ധത കാണിച്ചതുപോലെ വേറൊരാളോടും അത് കാണിക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടായിരിക്കില്ല. അവിടെ നിന്നും ഏകദേശം അങ്ങനെയാണ്. വേറെ അറ്റാച്ച്മെൻറ്റും അഫെക്ഷനും ഒക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങളോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റും ഒരു അഫെക്ഷനും ലോയൽറ്റിയും വേറെ ഒരിടത്തും അവർക്കും കൊടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ രണ്ടുപേരും ഈഗോ കൊണ്ടത് മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ സംശയിക്കുന്നുണ്ട് ആളിനെ എന്തായാലും. ഇതിൽ പക്ഷെ കുറച്ചധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ കേട്ടോ. പലപ്പോഴും ഇതൊരു ബർഡനായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം 10 of Wandsന്റെ എനർജിയാണ്. നിങ്ങളും അവരും രണ്ടുപേരും ഒരുമിച്ച് അങ്ങനത്തെ പലപ്പോഴും ഈ എത്രമാത്രം സ്നേഹമുണ്ടോ അത്രമാത്രം ഇതൊരു ഇത് വേണ്ടായിരുന്നു എന്നൊക്കെ തോന്നുന്നൊരു സമയമുണ്ട്. ഇതിന്ന് പക്ഷേ ഒരിക്കലും നിങ്ങൾക്ക് വിട്ടുപോകാൻ പറ്റില്ല. ഈ ഡെവിൾ ഇങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. നമുക്ക് തോന്നും ഇതിന്ന് വിട്ടുപോകണമെന്ന്, പക്ഷെ വിട്ടുപോകാൻ പറ്റാത്ത വണ്ണമുള്ളൊരു ബോണ്ട് ഇതിനകത്തുണ്ട്. കാരണം അത്രയും സ്ട്രെങ്ത് ഉണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്. പിന്നെ കിങ് ഓഫ് വാൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പം ഇതിൽ സ്റ്റെബിലിറ്റി ഉണ്ട് എന്ന് തന്നെ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ട് ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. ഇതൊരു തമാശയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു കാര്യമല്ല. കാരണം ഇതിനകത്ത് പേജ് ഓഫ് പെൻറ്റക്കിൾസ്. സോ പേജ് എന്ന് പറയുന്ന ഒരു എനർജിയെ വന്നിട്ടില്ല. ഇതിൽ കൂടുതലും ഇമോഷനേക്കാളും ആക്ഷൻ്റെ എനർജിയാണുള്ളത്. ഇമോഷൻ ഉണ്ടെങ്കിലും അതൊന്നും നിങ്ങളോ അവരോ ഇപ്പം അത്രയധികം അങ്ങോട്ട് പുറത്തേക്ക് കാണിക്കുന്നില്ല എന്നായിരിക്കും. ഉള്ളതിൻ്റെ വളരെ കുറച്ചായിരിക്കും നിങ്ങൾ പുറത്ത് കാണിക്കുന്നത്. പുറത്ത് കാണിക്കാൻ പറ്റുന്നില്ല. കാരണം പലപ്പോഴും ഈ സ്നേഹം കൂടുതൽ നിങ്ങൾക്കൊരു ബർഡനായിട്ട് അനുഭവപ്പെടുന്നു എന്നാണ് കാണുന്നത്. ഇതിൽ പിന്നെ പരസ്പരം മത്സരിക്കുന്നുണ്ട് രണ്ടുപേരും. ഈഗോ കൊണ്ടായിരിക്കണം പരസ്പരം മത്സരിക്കുന്നുണ്ട്. കുറേ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ഇതൊരു ബർഡനായിട്ടാണ് ഇപ്പം നിങ്ങൾക്ക് തോന്നണത്. വേണ്ടായിരുന്നു എന്ന് നിങ്ങൾ കുറേ പ്രാവശ്യമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്നൊക്കെ തന്നെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ പുറത്തുള്ള ആൾക്കാരുടെ ഇൻഫ്ലുവൻസ് ഇതിനകത്തുണ്ട് എന്നാണ് കാണുന്നത് കേട്ടോ. ഇതിൽ നിങ്ങൾ തമ്മിൽ ഇപ്പോഴും ഒരു അട്രാക്ഷൻ വളരെ കൂടുതലാണെന്നുള്ളതാണ്. പക്ഷേ സെയിം ടൈം ഈ ഒരു ടോക്സിക് അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിലും അതൊരു ലോങ് ടേം ഒരു സ്റ്റെബിലിറ്റി ഉള്ള റിലേഷൻഷിപ്പാണ്. കുറേ പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത്. പുറത്തുള്ള ആൾക്കാരുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്, ഈഗോ ക്ലാഷസ് ഉണ്ട്, നിങ്ങൾ പരസ്പരം മനസ്സിലാക്കാതെ പോകുന്നുണ്ട് പല കാര്യങ്ങളും. നിങ്ങളുടെ ഉള്ളിൽ എന്താണ് എന്നുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെയും പോകുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇതൊന്നൊരിക്കലും നിങ്ങൾക്ക് മാറിപ്പോകാൻ പറ്റുന്നില്ല. അതാണ് കാരണം ഒരു കാർമിക് ബോണ്ട് ഉണ്ട് ഇതിനകത്ത്. അപ്പം അതുകൊണ്ടാണ് അട്രാക്ഷൻ കൂടുതലായിട്ട് വരുന്നത് കേട്ടോ. നമുക്കിനി ഇതിൽ നിന്നും കാർഡ് എടുക്കാം. ഗൈഡൻസ് ആണ്, ബിൽഡിംഗ് ബ്ലോക്സ് ആണ്, ഡീപ്പ് നോയിങ്. ഒരു കാർഡ് കൂടെ എടുക്കാം. മെസ്സേജ് ഇൻ ബോട്ടിലാണ്. ഇതിൽ ആദ്യം കിട്ടിയിട്ടുള്ളത് ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. അപ്പം ഇതെന്ന് വെച്ചാൽ ഒരു വളരെ സ്ലോ ആയിട്ട് പക്ഷെ സ്റ്റഡി ആയിട്ട് പോകുന്ന ഒരു റിലേഷൻഷിപ്പാണെന്നാണ് കാണുന്നത്. വീണ്ടും അപ്പം എന്തെങ്കിലും ഒരു കാര്യം ഇല്ലാതായി പോയാലും അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇല്ലാതായി പോയാലും വീണ്ടും അത് റീബിൽഡ് ചെയ്യും. അത് അങ്ങനൊരു കാര്യം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നാണ് കാണുന്നത്. പക്ഷേ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഫ്യൂച്ചർ ഉണ്ട് നിങ്ങൾക്ക്. ഇത് നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ പാസ്റ്റിലെ കുറേ കാര്യങ്ങളൊക്കെ അനുഭവിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ഇമോഷണൽ മെച്യൂരിറ്റി ഒക്കെ വന്നിട്ടുണ്ടായിരിക്കണം നിങ്ങൾക്ക്. ഇതിൽ പെട്ടെന്ന് വിട്ടുപോകാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല എന്നുള്ളതാണ് ഇതിനകത്ത് കാണുന്നത്. ഇത് വളരെ സ്റ്റേബിളായിട്ട് നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിനും നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്തിനും വന്ന ഒരു റിലേഷൻഷിപ്പാണ് എന്നാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ട്, നിങ്ങളെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഔളുണ്ട്,
അപ്പം മൂണുണ്ട്. അപ്പം നിങ്ങളെ പറ്റി കൂടുതൽ മനസ്സിലാക്കാനും നിങ്ങൾ എന്താണെന്ന് അറിയാനും വേണ്ടിയിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് വന്നതാണെന്നാണ് കാണുന്നത്. പിന്നെ മെസ്സേജിൻ ബോർഡിലാണ് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ വന്നേക്കാം. ചിലപ്പോൾ ഒരു കൺഫെഷൻ ആയിരിക്കാം, ചെയ്തത് തെറ്റായിപ്പോയി, അറിയാതെ പറ്റിപ്പോയതാണെന്നൊക്കെ ഒരു കൺഫെഷൻ പോലും വന്നേക്കാം. എന്തായാലും ഒരു റീകൺസിലിയേഷൻ കോണ്ടാക്ട് വരുമെന്ന് തന്നെയാണ് കേട്ടോ കാണുന്നത് ഇതിനകത്ത്. അതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് സൈൻ കാണിക്കുന്നുണ്ട്. നിങ്ങളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതിൽ ചിലപ്പം അവർ ഈ ഒരു സമയം നിങ്ങളെപ്പറ്റി തന്നെ ചിന്തിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇത് ഡീപ്പ് നോയിങ് എന്ന് പറയുന്നത് അവരുടെ സോൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരിക്കാം ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെപ്പറ്റിയും ഈ കണക്ഷനെ പറ്റിയും. അവർക്ക് ഇങ്ങനെ മെമ്മറീസ് വരുന്നുണ്ടായിരിക്കാം, സോൾ മെമ്മറീസ് വരുന്നുണ്ടായിരിക്കാം, പാസ്റ്റ് ലൈഫ് മെമ്മറീസ് ഒക്കെ അവർക്ക് വന്നുകൊണ്ടായിരിക്കാം. ഇത് പാസ്റ്റിലെ മെമ്മറി അല്ല, പാസ്റ്റ് ലൈഫ് മെമ്മറിയാണ്. പലപ്പോഴും നിങ്ങൾ സ്വപ്നത്തിൽ കൂടെ നിങ്ങൾ ഇപ്പം കാണുന്ന രൂപമല്ലാത്ത ആ വ്യക്തിയുടെ ഒരു രൂപവും ഒക്കെ നിങ്ങൾക്ക് കണ്ടേക്കാം. നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു വ്യക്തി ആ തരത്തിൽ കണ്ടിട്ടുണ്ടായിരിക്കില്ല. അങ്ങനത്തെ തരത്തിലുള്ള ഒരു രൂപത്തോടു കൂടി ഉള്ള സ്വപ്നങ്ങൾ നിങ്ങൾ പാസ്റ്റിൽ എപ്പോഴോ കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പം ഈ ഒരു സമയം കണ്ടിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ അറിയാത്ത ഏതെങ്കിലും രാജ്യത്തിലേക്ക് ആ രാജ്യത്തിലൂടെ നിങ്ങൾ പോണതോ സ്ഥലത്തിലൂടെ നിങ്ങൾ പോണതോ ഒക്കെ ആയിട്ട് നിങ്ങളും അവരും തമ്മിൽ അങ്ങനെ അതൊരു സോൾ മെമ്മറിയാണ് കേട്ടോ. അതൊക്കെ സോളിൻ്റെ മെമ്മറീസ് കൊണ്ടുവരണമാണ്. കാരണം ഇതൊരു ഡീപ്പ് കാർമിക് കണക്ഷനാണ്. അപ്പം ഈ കാർമിക് കണക്ഷൻ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇത് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതൊരു ലെസൺ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്നൊരു കാര്യമാണ്. നിങ്ങളെ ഒരു ഡീപ്പർ ലെവലിൽ നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വരുന്നൊരു റിലേഷൻഷിപ്പാണ്. അതങ്ങനെ തന്നെ കാണാൻ ശ്രമിക്കാം. അപ്പോൾ താങ്ക് യു. ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എന്നെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.